ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ എക്സ്പെക്ടേഷൻസും ഹൈപ്പും ഒക്കെ ആയിട്ട് വന്ന സിനിമയായിരുന്നു കൂലി. സാധാരണ ഒരു പടം OTT ഒക്കെ ഇറങ്ങി കഴിയുമ്പോഴാണ് ഇജ്ജാതി ട്രോളും കളിയാക്കലൊക്കെ വരാറ്. ഇതിപ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോ മുതൽ ട്രോളിന്റെ പെരുമഴയാണ്. ഈ പടം 6 മണിക്കൊക്കെ പോയി കണ്ടവരുടെ കാര്യം ആലോചിക്കുമ്പോൾ പാവം തോന്നുന്നു. അത് മാത്രമല്ല, ട്രെയിലറൊക്കെ കണ്ടിട്ട് ചിലരുണ്ടാക്കിയ കഥകൾ വായിച്ചാൽ അത് ഈ സിനിമയിലേക്കാ കൊള്ളാമെന്ന് തോന്നും. സൈഫൈ, ടൈം ട്രാവൽ, ഇരുമ്പ് കൈ മായാവി കണക്ഷൻ, അങ്ങനെ ഒരുപാട് ഫാൻ തിയറീസും സ്റ്റോറീസും ഒക്കെ ഞാൻ റിലീസിന് മുന്നേ വായിച്ചിരുന്നു. എല്ലാം കിടു സാധനങ്ങളായിരുന്നു. പക്ഷെ പടം ഇറങ്ങിയപ്പോ ഇതൊന്നും ഉണ്ടായില്ല താനും. ലോകേഷിന് നെക്സ്റ്റ് പടത്തിനായിട്ട് ഒരു ഐഡിയ ഉണ്ട്. ഏതെങ്കിലും ഒരു ബിഗ് സ്റ്റാർ ആയിട്ട് ഒരു പടം അനൗൺസ് ചെയ്യുക, അതിന്റെ ഒരു ടൈറ്റിലും കുറച്ച് സ്റ്റോറി ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്രമോ സോങ് ഒക്കെ ഇറക്കി വിടുക. അത് കണ്ടിട്ട് ഫാൻസ് കുറച്ച് തിയറീസും സ്റ്റോറീസും ഒക്കെ ഉണ്ടാക്കും. അതിൽ നല്ല ഒരെണ്ണം എടുത്ത് ഡെവലപ്പ് ചെയ്ത് സിനിമയാക്കാം. അത്ര തന്നെ. ഈ വീഡിയോ ലോക്കി കുക്ക് ചെയ്ത കൂലി സിനിമയുടെ കുറച്ച് ഫ്ലോസും മിസ്റ്റേക്സും ആണ്. കുക്ക് ചെയ്തപ്പോ ഗ്യാസ് ഓൺ ആക്കാൻ മറന്നുപോയെന്ന് മാത്രം. സോ ഈ വീഡിയോ കൂലി സിനിമ കണ്ടവർ മാത്രം കാണുക. സ്പോയിലേഴ്സ് ഉണ്ടാവും. ഞാൻ കൂലി കണ്ടപ്പോ എനിക്ക് ഒരു കൂട്ടം സിനിമ കണ്ട ഫീലാണ് തോന്നിയത്. വിക്രം, കൈദി, കൗരവർ, ജയിലർ, പേട്ട, ഇങ്ങനെ കുറേശ്ശെ ചുരുണ്ടി ഈ പടത്തിൽ തിരികെ കയറ്റി. രജനീന്റെ ഡേറ്റ് കിട്ടിയപ്പോ പേട്ട പോലെയോ ജയിലർ പോലെയോ ഒരു സിനിമയാണ് എന്ന് ലോകേഷിന് തോന്നി കാണും. സോ അത് തന്നെ അങ്ങോട്ട് ചെയ്തു വെച്ചു. കൂട്ടിന് ഉപ്പും മസാലയും പോലെ സ്വന്തം സിനിമയായ വിക്രവും കൈദിയും എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ഈ അടുത്ത് ഇത്രയും ലൂപ്പ് ഹോൾസ് ഉള്ള, ഇത്രയും ലേസി റൈറ്റിംഗ് ഉള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഡീറ്റെയിലിംഗോ എലവേഷനോ അപ്പ് ആൻഡ് ഡൗൺ ഗ്രാഫോ ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു ഡെപ്തും ഇല്ലാത്ത കുറെ ക്യാരക്ടേഴ്സും. ലൂപ്പ് ഹോൾസ് ഒക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരം കാണൂ. അതുപോരാതെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവന്നിട്ട് കോമാളിയാക്കി വിടുകയും ചെയ്തിട്ടുണ്ട്. എവിടെയോ ഇരുന്ന അമീറിന്റെ ക്യാരക്ടറാണ് ഏറ്റവും കോമഡി. ബീഡി വലിക്കാനാണ് അയാൾ മെക്സിക്കോയിൽ നിന്ന് വന്നതെന്ന് തോന്നിപ്പോകും. 30 കൊല്ലമായിട്ട് ഒരു സിറ്റിയിൽ ദേവ മാൻഷൻ എന്ന വലിയ ഹോസ്റ്റൽ വെച്ച് ജീവിക്കുന്ന ഒരു ലോക്കൽ കൂലിയും അയാളുടെ സഹായികളായ 19 കൂലികളെയും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഇന്റർനാഷണൽ ഓർഗൻ ട്രാഫിക്കിംഗ് സിൻഡിക്കേറ്റ് ഹെഡായ ദാഹ എന്ന അമീറും അവന്റെ അപ്പനും. അതിലും വലിയ കോമഡി, അമീറിന്റെ അപ്പന്റെ ബിസിനസ് പാർട്ണറോ ഫ്രണ്ടോ എന്തോ ആയിരുന്ന സൈമന്റെ ഫാദറിനെ കൊന്ന രജനിയെ മകനായ സൈമൻ പോലും അന്വേഷിക്കുന്നില്ല, റിവഞ്ച് എടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് ദാഹ ദേവയെ അന്വേഷിക്കുന്നത്? ഇനി സൈമന്റെ അച്ഛൻ അമീറിന്റെ അച്ഛന്റെ ഫ്രണ്ടാണോ പറഞ്ഞാണോ എന്നൊന്നും പടത്തിൽ പറയുന്നില്ല, ഞാൻ ഊഹിച്ചെടുത്തതാണ്. മിന്നൽ സ്റ്റാർ ബാബുരാജിനും പോസ്റ്ററിലെ മെയിൻ ഹൈലൈറ്റ് ആയ ഗോൾഡൻ വാച്ചിനൊക്കെ സൗബിന്റെ കഴുത്തിലെ തൊടലിന്റെ അത്ര സ്ക്രീൻ സ്പേസ് പോലും ഇല്ല. രജനിയുടെ കൂട്ടുകാരനായ സത്യരാജ് കൂലിപ്പണി നിർത്തി എങ്ങനെ സയന്റിസ്റ്റ് ആയി? അതിന് ഉത്തരവില്ല. ഇനി വഴിയിൽ വണ്ടി ഇടിച്ചും അല്ലാതെ ചാവുന്ന മൃഗങ്ങളെ ദഹിപ്പിക്കാനായിട്ടാണ് സത്യരാജ് ആ കസേര കണ്ടെത്തുന്നത്. സീരിയസ്ലി, മൃഗങ്ങളെ എന്തിനാണ് കസേരയിൽ ഇരുത്തി ദഹിപ്പിക്കുന്നത്? ഒരു ടേബിള് അല്ലെങ്കിൽ ഒരു മൃഗത്തെ കിടത്തിയിടാൻ പറ്റുന്ന ഒരു കട്ടില് പോലത്തെ എന്തെങ്കിലും അല്ലെ അതിന് ഏറ്റവും ഉചിതം. ഇപ്പൊ ഒരു പശുവാണ് വഴിയിൽ ചത്ത് കിടക്കുന്നതെങ്കിൽ ആ പശുവിനെ എങ്ങനെ ഇവര് ആ കസേരയിൽ ഇരുത്തും? സോ സത്യരാജിന് ഫ്യൂച്ചർ പ്രഡിക്ഷൻ സൂപ്പർ പവർ ഉണ്ടായേക്കാം. ഇന്ന് ദഹിപ്പിക്കാനായിട്ട് ഒരു ചെയർ ഉണ്ടാക്കിയേക്കാം. കുറച്ച് നാൾ കഴിയുമ്പോൾ സൈമൺ കുറെ മനുഷ്യരെ കൊന്നിട്ട് ബോഡികൾ ദഹിപ്പിക്കാനായിട്ട് എന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരു ചെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യനൊക്കെ ഇരുത്തി സുഖമായിട്ട് ദഹിപ്പിക്കാലോ എന്നൊക്കെ ഇവൻ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആര്? നമ്മുടെ സത്യരാജ്. ഇതിലും കോമഡി, ലൈസൻസിംഗിൽ റിജക്ട് ആയ ചെയറിന്റെ കാര്യം സൈമന്റെ മോൻ എങ്ങനെ അറിഞ്ഞെന്ന് ആർക്കും അറിയില്ല. 1000 ഗുണ്ടകൾ കൂടെ ഉണ്ടെങ്കിലും സത്യരാജിന്റെ അടുത്ത് നിന്ന് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കാൻ സൈമൺ ആരോടും പറയുന്നില്ല. അല്ലെങ്കിൽ എക്സാക്ട് അതേപോലെ ഒരെണ്ണം അവന്റെ താവളത്തിൽ സത്യരാജിനെ കൊണ്ട് ഉണ്ടാക്കിച്ചാലും മതി. അതിനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ഒരു മണ്ടൻ ക്യാരക്ടർ ആയിരുന്നു നാഗാർജുനയുടെ സൈമൺ ക്യാരക്ടർ. ആരാണ് ഗ്യാങ്ങിലെ ചാരനെന്നും ദേവ സത്യരാജിന് വേണ്ടിയാണ് വന്നതെന്നും എല്ലാം സൈമണ് മുന്നേ അറിയാം. പക്ഷെ അതെങ്ങനെ അറിയുന്നു എന്നതിന് എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പനെ കൊന്നവൻ അറിയില്ല, മോനെ കൊന്നവനോടുള്ള പകയനൊക്കെ കൂടുതൽ ദേവയോട് പക വരുന്നു. ഇങ്ങനെ ഒരുമാതിരി മണ്ടനായ വില്ലനായിരുന്നു നാഗാർജുനയുടെ സൈമൺ. ഇനി സൗബിന്റെ കാര്യം, ഡെഡ്പൂൾ ദയാൽ ഓർ അണ്ടർടേക്കർ ദയാൽ എന്ന് അറിയപ്പെടും. ചുറ്റേക്ക് തലക അറഞ്ചം അടിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ടിട്ടും ട്രെയിനിൽ നിന്ന് ചാടിയിട്ടും ഇവന് ഒരു കുഴപ്പമില്ല. അതിലും കോമഡി, RX 135 വെച്ച് ഓടിപ്പോയ ശ്രുതിയെ തേടി പിടിക്കുന്നു. ജീവനം കൊണ്ട് ഓടിയ ശ്രുതി തട്ടുകടയിൽ രക്ഷിക്കാൻ അയച്ചവരായിട്ടിരുന്ന് ദോശ തിന്നുന്നു. ഒറ്റക്കൈ വെച്ച് സൗബിൻ എല്ലാത്തിനും അടിച്ചിടുന്നു. സൗബിന് കാറി കയറാൻ എളുപ്പത്തിന് വിൻഡോ ഒക്കെ താത്തിയിട്ട് കൊടുത്തിരിക്കുന്നു. ട്രെയിനിൽ വെച്ച് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും, വണ്ടി ആക്സിഡന്റ് ആയിട്ട് റോട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒരാളും ചോദിക്കാനും വരുന്നില്ല. ആ യൂണിവേഴ്സിൽ പോലീസും ഇല്ല. ട്രെയിനിലെ ലോക്കോ പൈലറ്റിനെ കൊന്നിട്ട് സൗബിനും ശ്രുതിയും ട്രെയിൻ ഓടിക്കുന്നതൊക്കെ ഞാൻ പ്രത്യേകം പരാമർശിക്കാതെ വിട്ടുകളയാണ്. ഇതിനിടയിൽ സൗബിന്റെ ഭാര്യ കറക്റ്റ് ആയിട്ട് ശ്രുതി ഈ ട്രെയിനിൽ തന്നെ കയറും എന്ന് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് സെയിം ട്രെയിനിൽ തന്നെ കയറിയിരിക്കുന്നു. സത്യരാജിനെ മാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന മെഷീൻ 2 ലിവർ തിരിച്ച് രജനി ശ്രുതിയൊക്കെ സിമ്പിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതിലും കോമഡി, ആ മെഷീൻ ഇതുവരെ കാണാത്ത സൗബിന്റെ ഭാര്യ ഒരാളെ അതിൽ വെച്ച് ജീവനോടെ കൊല്ലുന്നു. എന്തൊക്കെയാ എഴുതി പിടിപ്പിച്ചേക്കുന്നത്. സത്യരാജും ശ്രുതിയും ചേർന്ന് ഒരുപാട് ബോഡികൾ കത്തിച്ച് കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടും തീരാത്ത പ്രശ്നങ്ങളും കടങ്ങളും. രജനിയുടെ ഒപ്പം ചേർന്ന് പിന്നെയും പണം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് മോളെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ വൻ പ്രാരാബ്ദ ഡയലോഗ് അടിക്കുന്നത്. സോ ആ ക്യാഷ് ഒക്കെ എവിടെ പോയി?
ഉത്തരവില്ല. ഇനി അടുത്ത കോമാളി ക്യാരക്ടറാണ് ഉപേന്ദ്ര. ഇയാൾ എന്തിനാണ് ആ മുറിയിലിരിക്കുന്നത്? രജനിയുടെ തോളിൽ തൊട്ടിട്ട് പുള്ളി തൊഴുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തൊല്ലി ഉരിഞ്ഞുപോയി. പിന്നെ ഇൻട്രോ സീനിന് വള്ളംകളി തിരുവാതിര ബിജിഎമ്മോ. ഉപേന്ദ്രയുടെ പ്രഡിക്റ്റബിൾ ഇൻട്രോ ആയിരുന്നെങ്കിലും കുറച്ചെങ്കിലൊക്കെ എലവേഷൻ കിട്ടിയത് ആ സീനായിരുന്നു. അതാണെങ്കിൽ BGM ഇട്ട് തൊലച്ച്. ഫൈറ്റിൽ വലിയ പെട്ടിയൊക്കെ ആയിട്ട് വരുന്ന ഉപേന്ദ്രനെ കണ്ടപ്പോ ഞാൻ കരുതി അതിൽ വാളും തോക്കൊക്കെ ആയിരിക്കും. ചാക്ക് പൊക്കാൻ എടുക്കുന്ന സാധനത്തിന് വരെ ഇജ്ജാതി ബിൽഡപ്പ്. ഇത്രയും വലിയ ഫൈറ്ററായി ഉപേന്ദ്ര കൂടി ഉണ്ടായിട്ട് ശ്രുതിയെ രക്ഷിക്കാനായിട്ട് 3 മണവണാഞ്ചന്മാരെ വിടുന്ന രജനി അതിലും സൂപ്പർ. ജയിലറിൽ വർമ്മന്റെ ക്യാരക്ടർ ആസിഡിലിട്ട് കൊല്ലുന്ന പോലെ ഇതില് കസേര. കൈദിയിലെ പോലെ അച്ഛൻ മകൾ ഫോൺ കോൾ പാസം. പേട്ടയിലെ പോലെ എല്ലാരും പേടിക്കുന്ന വാർഡൻ. കൗരവറിലെ പോലെ എന്റെ മോൾ പാസം. വിക്രത്തിലെ ഏജന്റീനെ പോലെ ഇവിടെ കല്യാണി. റെട്രോ സോങ്സ്, ചേസിംഗ് സീൻസ്, കോഡ് റെഡ് പോലെ പവർ ഹൗസ്. ഇങ്ങനെ അറ്റ്ലി പണ്ണുന്നതിനേക്കാൾ വലിയ പണ്ണലും കോപ്പിയടിയും ഈ സിനിമയിലുണ്ട്. മകൾ പാസം, കൂലി പാസം, ഫ്രണ്ട് മോൻ പാസം, വില്ലന്റെ മോനും നായകനും പാസം. ഇങ്ങനെ ശിവയുടെ സിനിമേനെ വെല്ലുന്ന ടൈപ്പ് പാസം വേറെയും ഉണ്ട്. ഇങ്ങനെ ലേസി സ്ക്രിപ്റ്റും മിസ്റ്റേക്സും പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ തന്നെ പോരാതെ വരും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കമന്റിൽ പറ. സത്യം പറഞ്ഞാൽ കരിയറിൽ ഒരു പടം പൊട്ടുന്നതോ ആവറേജ് ആവുന്നതോ ഒക്കെ എല്ലാ ഡയറക്ടേഴ്സിനും പതിവുള്ള കാര്യമാണ്. എല്ലായ്പ്പോഴും എല്ലാവർക്കും ബെസ്റ്റ് ആയിട്ടോ 100% സക്സസ് റേറ്റ് ആയിട്ടോ ഇരിക്കാൻ സാധിക്കില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാനഗരവും കൈദിയും വിക്രവും ലിയോവും മാസ്റ്ററും ഒക്കെ പോലെ അറ്റ്ലീസ്റ്റ് വാച്ചബിളും മസ്റ്റ് വാച്ചബിളും ആയിട്ടുള്ള സിനിമകൾ തന്ന് ലോകേഷിന്റെ ഒരു പടം വിചാരിച്ച പോലെ വന്നില്ല എന്നുള്ളത് അത്ര വലിയ കുറ്റമൊന്നല്ല. ഇറ്റ് ഹാപ്പൻസ്. മലയാളത്തിൽ ജോഷി, തമിഴിൽ മണിരത്നം, ശങ്കർ, കന്നഡയിലാണെങ്കിൽ പ്രശാന്ത് നീല്, ഇങ്ങനെ പല മേജർ ഡയറക്ടേഴ്സും ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവർ തിരിച്ചു വരികയും ചെയ്യും. അതുപോലൊരു ഡയറക്ടർ തന്നെയാണ് ലോകേഷും. കരിയറിൽ ഒരു ഡൗൺ ഉണ്ടാകുന്നത് സിനിമ ഫീൽഡിൽ പതിവാണ്. പക്ഷെ മുന്നത്തെ സിനിമകളിലും ഈ ഫ്ലോസ് ഉണ്ടായിരുന്നു. ആ ക്യാരക്ടർ ഉണ്ടായതുകൊണ്ടാണ് ആ പടം ജയിച്ചത്. ഫ്ലാഷ് ബാക്ക് മാത്രമേ മോശം ഉണ്ടായിരുന്നുള്ളൂ. ഇത് 50:50 പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് മനഃപൂർവ്വം അയാളെ കരിവാരി തേക്കുന്നത് ഡീഗ്രേഡിങ്ങും ഹെയ്റ്റും തന്നെയാണ്. ഈ പടത്തിന്റെ റൈറ്റിംഗ് ലേസി ആണെന്ന് കരുതിയിട്ട് മുന്നേ ഹിറ്റായ പടങ്ങൾ ഇപ്പൊ അത്ര പോരാ എന്നൊക്കെ പറയുന്നത് ഹെയ്റ്റ് തന്നെയാണ്. ഈ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് കൂലിയിലെ ലോജിക്കില്ലായ്മയും റൈറ്റിംഗിലെ ലേസിനെസ്സും ഒക്കെയാണ്. അതിനർത്ഥം ഈ സിനിമ പറഞ്ഞ ലോകേഷ് ഒരു മോശം ഡയറക്ടർ ആയി എന്നല്ല. ഇതിൽ നിന്ന് തിരിച്ചു വരുന്നതാണ് ലോകേഷിന്റെ മികവ്. പിന്നെ വലിയൊരു താരത്തിന്റെ ഡേറ്റ് കിട്ടുമ്പോൾ എഴുതുന്ന കഥയും എഴുതി വെച്ച കഥ കേട്ട് അത് ഇഷ്ടപ്പെട്ട് ഒരു വലിയ താരം വരുന്നതും തമ്മിൽ ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്. എപ്പോഴും കഥയിലേക്ക് ആളുകളെ കാസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അഭിനേതാക്കൾക്ക് വേണ്ടി കഥ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും. ഇനി ലോകേഷിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ കരിയറിൽ ഒരു ഡൗൺ വരുന്നതും സിനിമ പൊട്ടുന്നതൊന്നും വലിയ കാര്യമല്ല. അതിൽ നിന്ന് റിക്കവർ ആവുന്നതാണ് വലിയ കാര്യം. ഇനി ഈ വീഡിയോ കണ്ടിട്ട് എന്നാ നീ പോയി പടം ഉണ്ടാക്കണം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് പടം മൂഞ്ചിയ ഊക്ക് വീഴും. സോ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുക. തള്ളും ഓവർ കോൺഫിഡൻസും കുറയ്ക്കുക. അല്ലേല് എവിടെ ചെന്നാലും ഊക്ക് കിട്ടും. ഇജ്ജാതി മൂഞ്ചിയ പടം ചെയ്തു വെച്ചിട്ട് ഇന്റർവ്യൂവിന് ഇരുന്ന് തള്ളി കഴിഞ്ഞാൽ ഊക്ക് കിട്ടും എന്ന് ഓർത്ത് തന്നെ തള്ളുക. ഇന്റർവെല്ലിൽ സീറ്റിലിരിക്കില്ല, 2 കൊല്ലം എടുത്ത് എഴുതിയ സ്ക്രിപ്റ്റ്, ഏറ്റവും വലിയ വർക്ക് എന്നൊക്കെ തള്ളി കയറ്റുമ്പോൾ ഇത് പൊട്ടുമ്പോ കിട്ടുന്ന ഊക്ക് അതിലും വലുതായിരിക്കണമെന്ന് ലോകേഷ് ഓർക്കണമായിരുന്നു. അതിനിടയിൽ നാഗാർജുന വന്ന് ഒരു കൂലി 100 ഭാഷയ്ക്ക് തുല്യം, അനിരുദ്ധ് വന്നിട്ട് അനിരുദ്ധിന്റെ ലോക്കിയുടെ ഏറ്റവും ബെസ്റ്റ് വർക്ക് കൂലിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പവർ ഹൗസ് സോങ്ങും ദാഹ ബീജമോ അല്ലാതെ അനിരുദ്ധ് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ലിയോലെ ഫ്ലാഷ് ബാക്ക് സീൻ ലോക്കി മോശമാക്കിയപ്പോ ഇതിലെ ഫ്ലാഷ് ബാക്ക് സീൻ മാത്രം നന്നാക്കി വെച്ചു. ലോകേഷ് ആണെങ്കിൽ ഇനി കൂലിയെ ന്യായീകരിക്കാനായിട്ട് ഉറപ്പായിട്ടും വരുന്ന ആളുകൾ രംഗത്ത് എത്തുന്നതായിരിക്കും. ആ സമയം ഫേക്ക് ഫ്ലാഷ് ബാക്ക്, ഫേക്ക് പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തള്ളി കഴിഞ്ഞാൽ അടുത്ത ട്രോൾ മെറ്റീരിയൽ ആവുകയും ചെയ്യാം. സാധാരണ ലോകേഷിന്റെ പടത്തിന്റെ നെഗറ്റീവ് വരുമ്പോൾ ട്രോൾ അല്ലെങ്കിൽ ഡീഗ്രേഡ് മുഴുവൻ അഭിനയിക്കുന്ന മെയിൻ ആക്ടർക്കാണ് വരാറ്. ഇത്തവണ ഊക്ക് മൊത്തം ലോകേഷിന് തന്നെ കിട്ടുന്നതിൽ സന്തോഷമുണ്ട്. സോ ഗൈസ്, കൂലി സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.